അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ രാത്രിയിൽ അതാ ഫർസാനയും അറബിയും തനിച്ച് ആ റൂമിൽ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന സൈത്തൂൻ ബീവി. അപ്പുറത്ത് സൈത്തൂൻ ബീവി അതിൽ ആവേശം ആഹ്ലാദം കണ്ടെത്തിയിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയുമായി നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് അതാ അവളുടെ റൂമിലെത്തിയിരിക്കുന്നു. അതിൽ പുളകിതയായിരിക്കുകയാണ് നമ്മുടെ സൈത്തൂൻ ബീവി. പക്ഷേ ആ റൂമിൽ നടക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഫർസാന, എന്തർബാ? കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ? സൈത്തൂൻ ബീവി അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. നമ്മൾ എത്രയെന്ന് കരുതി ഇതിങ്ങനെ ഒളിപ്പിച്ചു വെക്കും? അർബ, എന്ത് ചെയ്യാ? ഒന്നും ചെയ്യാല്ല. ഞാനും നീയും അവളുടെ മുമ്പിൽ ഭാര്യയും ഭർത്താവുമാണ്. നമുക്കെല്ലാം ഹലാലുമാണ്. പക്ഷേ ഇപ്പോഴും ഹറാമ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും ഒരു അന്യപുരുഷനും സ്ത്രീയും ഒറ്റപ്പെടുവാൻ പോലും പാടുന്നില്ല. ഇതിപ്പോൾ ഈ റൂമിൽ ഇവിടെ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഇവിടെ ആരും ഒന്നും അറിയുവാനില്ല. ഒന്നും സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല. പടച്ച റബ്ബും ഞാനും നീയും മാത്രമേ ഇത് കാണുകയുള്ളൂ. എന്തൊക്കെ തന്നെ തെറ്റുകൾ ചെയ്താലും അതുതന്നെയായിരിക്കും. അല്ലാതെ പുറത്തൊരു കുട്ടിയും ഇത് അറിയുവാൻ വേണ്ടി പോകുന്നില്ല. പ്രിയപ്പെട്ട ഫർസാന, എനിക്ക് നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിനക്കും അതുപോലെ തന്നെ. നമ്മൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ ഒരേ മനസ്സോടെ ജീവിക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഒരു ക്യാമറ ഇവിടെ അകത്ത് CCTV ക്യാമറ ഇല്ല. പക്ഷേ മെയിനായിട്ടൊരു ക്യാമറ മുകളിലുണ്ട്. നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിലും അത് എല്ലാം കാണുന്നവനുണ്ട് മുകളിൽ. അർബ, ശരി തന്നെയാണ്. അവൾ കരയുവാൻ തുടങ്ങി. ഹേ ഫർസാന, നീ എന്താ കരയുന്നത്? അർബ, ഞാൻ കരയുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഓർത്തിട്ടാണ്. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എല്ലാം വെച്ച് നോക്കുമ്പോൾ. ഹേയ് ഫർസാൻ, നീ കരയില്ലേ? ഒരിക്കലും നീ വിഷമിക്കാൻ പാടില്ല. നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കുന്ന സൈത്തൂൻ ബീവിക്ക് ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ ഈ നിലയിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയ തെറ്റുകളിലേക്ക് അത് എത്തിപ്പെടാൻ ഒരു ചാൻസായി തീരും. അർബ, അതെ മോളെ, സത്യമായിട്ടും ഞാനൊരു മനുഷ്യനാണ്, നീ ഒരു സ്ത്രീയാണ് അല്ലേ? അതെ, ഞാൻ വിചാരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ നീയും അങ്ങനെ തന്നെ യുവതിയാണ്, സുന്ദരിയാണ്, ശരീരത്തിൽ പുഷ്ടിയുള്ളവളാണ്. ഞാനാണെങ്കിൽ അതെല്ലാം കണ്ട് കൊതിക്കുവാനുള്ള ചാൻസ് എനിക്ക് അങ്ങേയറ്റാണ്. പക്ഷേ പടച്ച റബ്ബിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ആ ഭാഗം ചിന്തിക്കാറേയില്ല. എൻ്റെ പ്രിയപ്പെട്ട ഫർസാന, ഒരിക്കൽ പോലും ഞാൻ നിന്നെ തെറ്റായ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. അതാണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു ചിന്താഗതിയിലേക്ക് ഞാൻ കടക്കുമ്പോൾ ഞാൻ സൈത്തൂൻ ബീവിയെ ഓർക്കും. പിന്നീട് പെട്ടെന്ന് വിചാരിക്കും, പഠിച്ചോനെ ഹറാമാണ്, ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ എൻ്റെ ചിന്താഗതി കൊണ്ടുപോകുന്നത്. ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ ഞാനും നീ ഇവിടെ തനിച്ചാണ്. എന്തൊക്കെ തന്നെ നടന്നാലും ആരും ഒന്നും അറിയില്ല. എല്ലാവർക്കും സന്തോഷം തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് സൈത്തൂൻ ബീവി അതിനുവേണ്ടി കാത്തിരിക്കുകയായിരിക്കും. എന്നാൽ ഈ സമയം സൈത്തൂൻ ബീവി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് പോയി. അല്ലാ പഠിച്ചവനെ, അൽഹംദുലില്ലാ. സന്തോഷത്തോടു കൂടി സൈത്തൂൻ ബീവി പടച്ച റബ്ബിന് സ്തുതി പറയുന്നു. റഹ്മാനെ, ഒന്നിപ്പിച്ച് എനിക്ക് സമാധാനമായി. ഇനി പ്രശ്നമൊന്നുമില്ല. ഇനി അവരവരുടെ ജീവിതത്തിലേക്ക് കിടക്കട്ടെ. സൈത്തൂൻ ബീവി അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. എന്നാൽ അറബിക്ക് ഫർസാനയിൽ അതീവ ആഗ്രഹം ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. അതും നല്ല പുഷ്ടിയുള്ള, തടിയും നിറവും കളറും ഗ്ലാമറുമുള്ള അതിമനോഹരമായ ഒരു പെണ്ണ്. ആ പെണ്ണ് ആദ്യമൊന്നും ഇത്ര തടിയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഗൾഫിൽ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കൽ തുടങ്ങിയപ്പോൾ അവൾ തടിച്ച് സുന്ദരിയായിട്ടുണ്ട്. അതുമാത്രമല്ല, അവൾ ഗർഭിണിയും എല്ലാം കൂടിയായപ്പോൾ ശരിക്കും അറബിക്ക് അവളിൽ ആഗ്രഹം ഉദിച്ചു തുടങ്ങിയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അതിനുള്ള അവസരങ്ങളാണ് അതിന് വഴിയൊരുക്കിയത്. പക്ഷേ പടച്ച റബ്ബിനെ പേടിയുള്ള അറബി അതൊരിക്കലും ഹറാമായ രീതിയിൽ അവളുടെ അടുക്കിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നേയില്ല.
ആഗ്രഹമുണ്ട്, എല്ലാം പിടിച്ചു വച്ചിരിക്കുകയാണ്. ഫർസാനയായാലും യുവാവായ ഒരു അറബി തൻ്റെ മുമ്പിൽ, സുന്ദരനായ ഒരു അറബി തൻ്റെ മുമ്പിൽ, ഏതൊരു പെണ്ണും കൊതിക്കുന്ന രീതിയിലുള്ള അറബി. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അവൾക്കും എന്തെങ്കിലും ആഗ്രഹങ്ങൾ വന്നു പോയിട്ടുണ്ടാവുമോ? അതോ ഗർഭിണി ആയതുകൊണ്ട് അങ്ങനെ തോന്നിയില്ലേ? അറിയില്ല. എന്തൊക്കെ തന്നെയായാലും ഫർസാനയിൽ അറബി ആകൃഷ്ടനാവുകയാണ്. ഒരിക്കലും ഇനി ഇത് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു മനസ്സിൽ. അർബ, അവളുടെ ആ ഒരു മധുര ശബ്ദം കേട്ട് അറബി ശരിക്കും പുളകിതനായി. ഫർസാൻ, അർബ, സമയമായില്ലേ? ഇനി പുറത്തേക്ക് പോയിക്കോളൂ, അതായിരിക്കും നല്ലത്. പെണ്ണെ ഫർസാന, എനിക്ക് നിന്നെ വിട്ടിട്ടങ്ങ് പോകാൻ തോന്നുന്നില്ല പെണ്ണെ. അർബ, ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്തതാണ് നിങ്ങൾ. ഒരിക്കലും എന്നെ പോലെയല്ല. ഞാനാണെങ്കിൽ വൻ പാപങ്ങൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ അർബ, അങ്ങ് വളരെയധികം ശുദ്ധനാണ്. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അങ്ങ് ഏറ്റവും ഉന്നതനാണ്. കാരണം ഇതുവരേക്ക് ഇത്രയൊക്കെ ചാൻസ് കിട്ടിയിട്ടും ഒരിക്കൽ പോലും അങ്ങനെ ഒന്ന് സ്പർശിക്കുകയോ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ പ്രതിഫലം നിങ്ങൾക്ക് പടച്ച റബ്ബ് തന്നിരിക്കും. വളരെയധികം ദയനീയമായി അറബി അതാ ഫർസാനയുടെ മുഖത്തേക്ക് നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വെള്ളാരം കണ്ണുകൾ തിളങ്ങുന്നതായിട്ട് ശരിക്കും അവൾ കണ്ടു. പഠിച്ചോനെ, എത്ര ഭംഗിയുള്ള കണ്ണുകളാണ്. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തെ പിഴപ്പിക്കാൻ പാടില്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, സ്വാലിഹായ മനുഷ്യനാണ്. അത്രക്കും സൂക്ഷ്മതയോടെ ജീവിക്കുന്നയാളാണ്. അന്ന് ഫാമിലേക്കൊക്കെ വന്ന സമയത്ത് ഒരിക്കൽ പോലും സ്ത്രീകളെ നേരിട്ട് അങ്ങനെ നോക്കുകയോ അല്ലെങ്കിൽ കിന്നാരങ്ങൾ പറയുമോ അന്നൊന്നും ചെയ്തിരുന്നില്ല. വളരെയധികം സൂക്ഷ്മതയോടെ. ഞാൻ ഇത്രയും കാലമായി ഇവിടെ ജീവിക്കുന്നു, എന്നോടും അങ്ങനെയില്ല. നല്ല രീതിയിൽ മാന്യമായി കാര്യങ്ങൾ സംസാരിക്കും എന്ന് മാത്രം. പിന്നീട് തിരിച്ചു പോകും. അങ്ങനെ തന്നെ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇന്ന് അർബ പോകുന്നില്ലേ? ഫർസാന ബീവി കാത്തു നിൽക്കുന്നുണ്ടാവും. ഫർസാന ബീവി കാത്തു നിൽക്കലേ? എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി തന്നതാണ് ഈ രാത്രി ബീവി. ഒരിക്കലും അവർ കാത്തിരിക്കില്ല. അർബ, എന്നാൽ നിങ്ങൾ അപ്പുറത്തെ അതെന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഫർസാന, ഞാൻ നിന്നോട് അത് ചോദിക്കുന്നത് ശരിയാണോ എനിക്കറിയുന്നില്ല. എന്തർബ, നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അതിൻ്റേതായിട്ട് ചെറിയൊരു പിന്നെ ഡോക്ടർ കാണിക്കാൻ സമയമായോ? 2 ദിവസം കഴിഞ്ഞാൽ ജെയ്ത്തൂൻ ബീവിയുടെ അടുത്തല്ലേ അതൊക്കെ കണക്ക്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ എന്തൊക്കെ തന്നെയായാലും ഡോക്ടർ കാണിക്കാൻ പോകാം കേട്ടോ. അർബ, വെള്ളം വേണോ? അവൾ പെട്ടെന്ന് ആ റൂമിൽ നിന്ന് തിരിഞ്ഞ് ആ ഒരു ജഗ്ഗും ഗ്ലാസും എടുക്കുവാൻ വേണ്ടി തിരിഞ്ഞു. ശരിക്കും അറബി ആ ഒരു കാഴ്ച കണ്ടു. മാഷാ അല്ലാ, ഗർഭിണിയായിട്ട് പോലും എത്ര വടിവത്ത ശരീരമാണ്. അയാളുടെ കണ്ണുകൾ അറിയാതെ അവളുടെ ശരീരത്തിലേക്ക് സ്പർശിച്ചു കണ്ണുകൾ കൊണ്ട്. അല്ലാ, അസ്തഗ്ഫിറുല്ലാ. പഠിച്ചവനെ, എൻ്റെ കണ്ണിൻ്റെ ബാലൻസ് തെറ്റിപ്പോയോ റഹ്മാനെ? അവൾ വെള്ളം എടുക്കുവാൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് അവളുടെ മനോഹരമായ ആ രൂപം തന്നെ അറബി ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിന് തൻ്റെ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കുവാൻ പറ്റുന്നില്ല എന്നൊരു തോന്നി തുടങ്ങി. അവൾ വെള്ളവുമായി തിരിച്ചു വരുമ്പോൾ അറിയാതെ അവളുടെ കൈകളിലേക്ക് അറബിയുടെ കൈകൾ പതുക്കെ പോയി. പെട്ടെന്ന് അദ്ദേഹം കൈവലിച്ചു. അസ്തഗ്ഫിറുല്ലാ. അവളെ ഒന്ന് വാരിപ്പുണരണം എന്ന് തോന്നുകയാണ് അറബിക്ക്. ഗർഭിണിയായ യുവതിയാണ്, സുന്ദരിയാണ്, എല്ലാം കൊണ്ടും. പക്ഷേ എൻ്റെ ഒരു സ്പർശനം, എൻ്റെ ഒരു തലോടൽ ഒരുപക്ഷെ അവൾക്ക് ആശ്വാസമേകുന്നുണ്ടാവും. റബ്ബേ, ഒരു ഭർത്താവിൻ്റെ തലോടൽ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ പറ്റില്ല ഒരിക്കലും. അറബിയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അതാ അണപൊട്ടി ഒഴുകും എന്ന് തോന്നിയപ്പോൾ ഫർസാൻ, ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ? അർബ, നിങ്ങളുടെ റൂമുണ്ടല്ലോ, അങ്ങോട്ട് പോയിക്കോളൂ. അല്ലെങ്കിൽ ജെയ്ത്തൂൻ ബീവിയുടെ പോട്ടെ. ഇവിടെ നിന്നാൽ ഞാൻ വലിയ തെറ്റുകാരനായി മാറും. ഞാനൊരു വലിയ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചു കൊണ്ട് നടക്കുന്ന വൻ പാപങ്ങളിൽപ്പെട്ട
പാപം ഞാൻ ഏതു നിമിഷവും ഞാൻ ചെയ്യും ഫർസാന. അള്ളാഹുവിൻ്റെ മുമ്പിൽ വൻ പാപങ്ങൾ ചെയ്ത കൂട്ടത്തിൽപ്പെട്ട ഒരാളായി ഞാൻ മാറും. അദ്ദേഹത്തിൻ്റെ ഹൃദയം പിടക്കുന്നുണ്ടായിരുന്നു. ആഗ്രഹമുണ്ട് ഒരുപാട്, പക്ഷേ ഹറാമാണ്. ഫർസാന, ഞാൻ പോകുന്നു. ഇനിയും നിമിഷങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ വലിയൊരു തെറ്റുകാരനായി മാറും. അദ്ദേഹത്തിൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഫർസാനയെ എങ്ങനെയെങ്കിലും ഒന്ന് തലോടണം, അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കണം. അതെല്ലാം ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ അതെല്ലാം സ്വപ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് അതിൽ നിന്നുള്ള മോചനം ലഭിക്കുവാൻ വേണ്ടി പെട്ടെന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫർസാന, ശരിയെന്നാൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വാതിൽ ശക്തമായി അടച്ചു. റബ്ബേ അല്ലാ, ഏത് നിമിഷവും എനിക്ക് എന്തും സംഭവിക്കാം. ഞാനൊരു പുരുഷനാണ്, ഒരു യുവാവാണ്. എൻ്റെ മുമ്പിൽ ഒരു അന്യ പെണ്ണാണ്, അതും വളരെയധികം ഭംഗിയായ ഒരു പെണ്ണ്. റബ്ബേ, എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്തു തരണം അല്ലാ. ഇതുവരെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ സേഫ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ലഭിക്കണേ അല്ലാ. സേഫ് നേരെ അതാ തൊട്ടപ്പുറത്തുള്ള റൂമിലേക്ക് കയറി ചെല്ലുന്നു. ഒരു നിമിഷം അദ്ദേഹം ആലോചിച്ചു, എന്താ എൻ്റെ കഥ? എനിക്ക് 2 ഭാര്യമാരെ പോലെ സ്ഥാനമുണ്ട്. ഒന്ന് ഫർസാന, ഒന്ന് സെയ്തുൻ ബീവി. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇവിടെ മൂടി വെച്ചുകൊണ്ട് എന്തിനിവിടെ ഒറ്റയ്ക്ക് കിടക്കണം? ഹേയ്, അവൻ പെട്ടെന്ന് തന്നെ അറബി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. നേരെ സെയ്തുൻ ബീവിയുടെ അടുക്കലേക്ക്. പാതിരാത്രിയിലുള്ള ആ ഒരു മുട്ട് കേട്ട് സെയ്തുൻ ബീവി, ആരാണ് ഈ സമയത്ത്? അർബ അവിടെയാണല്ലോ, ഫർസാനയുടെ അടുക്കൽ. അവർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ല. വീണ്ടും മുട്ട് കേൾക്കുന്നു. സെയ്തുൻ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു സ്വരം കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് അറബി വന്നത്. സെയ്തുൻ, അവർ പെട്ടെന്ന് തന്നെ അതാ വാതിൽ തുറന്നു കൊടുക്കുന്നു. വളരെ മനോഹരമായ ഒരു നൈറ്റ് ഡ്രസ്സിൽ അവൾ വന്ന് വാതിൽ തുറന്നപ്പോൾ ശരിക്കും അറബി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ണിറയെ നോക്കിക്കണ്ടു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.